നമസ്കാരം. നമ്മൾ ഫിനാൻഷ്യൽ കോഡിന്റെ 30ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പറയുന്നത് ചാപ്റ്റർ 11 ആണ്. അതായത് ലോസസ് ഓഫ് പബ്ലിക് മണി ഓർ പ്രോപ്പർട്ടി. അതായത് പൊതുധനത്തിന്റെ അല്ലെ വസ്തുക്കളുടെയൊക്കെ നഷ്ടപ്പെടൽ അതിനെ സംബന്ധിച്ചാണ്. അപ്പൊ നമ്മള് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എപ്പോഴും അയാളുടെ നിയന്ത്രണത്തിലുള്ള പൊതുഫണ്ട് ചെലവഴിക്കുമ്പോൾ സ്വന്തം പണം ചെലവഴിക്കുന്ന അതേ രീതിയിൽ തന്നെ ആ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ചെലവഴിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ അയാളിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകളിൽ മാന്യമല്ലാതെയും അശ്രദ്ധയോടെയും അല്ലെങ്കിൽ ഉപേക്ഷയോടെയും പെരുമാറിയിട്ട് സർക്കാരിന് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആയത് വ്യക്തിപരമായ ബാധ്യതയും ശിക്ഷയും അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഈ ഫിനാൻഷ്യൽ കോഡിൽ പറയുന്നത്. ഇനി നമ്മൾ പറയാനുള്ള എങ്ങനെയാ ഈ നഷ്ടങ്ങളും ലോസൊക്കെ വരാൻ പല സാഹചര്യങ്ങളാണ്. അത് നമ്മളിപ്പോൾ ബില്ലുകളും പണവും ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ എമൗണ്ട് ഒക്കെ അങ്ങനെ കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ശമ്പളത്തെ സംബന്ധിച്ച പ്രശ്നമില്ല. ശമ്പളമൊക്കെ ഓൺലൈനാണ്. ഓൺലൈൻ എല്ലാവരും ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. ട്രഷറിയിൽ അല്ലെ ബാങ്കിൽ പോയി 8 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ലോസ് അല്ലാതെ ഇപ്പോഴും കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നാൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പണം കൊണ്ടുപോകുന്ന രീതിയൊക്കെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വികസിച്ച കാലത്ത് കുറവാണ്. എങ്കിൽ പോലും ആ കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ഇവിടെ പറയാം. അപ്പോൾ ഒരു ദൂതൻ വഴിക്കാണ്, ഒരു മെസ്സഞ്ചർ വഴിക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പൊതുപണം കൊടുത്തയക്കാൻ ഏർപ്പാട് ചെയ്യേണ്ടി വരുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ കൊണ്ടുപോകുന്നയാള് പണാപഹരണം നടത്തുന്നതും പിന്നെ യാത്രയിൽ സംഭവിക്കാവുന്ന മറ്റെന്തെങ്കിലും നഷ്ടവും അല്ലെ പിടിച്ചുപറിയോ അതിനെല്ലാം മുൻകരുതൽ കൈക്കൊണ്ടിട്ട് വേണം ഇയാളെടുത്ത് പണം കൊടുത്തുവിടാൻ. പിന്നെ മാത്രമല്ല, ഇത്തരം ഒരു ആവശ്യത്തിന് ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അത് സ്ഥിരം സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ ഇക്കാര്യത്തിന് നിയോഗിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഡെയിലി വേജ് പോലുള്ള തസ്തികകളിലൊന്നും ഇത് ചെയ്യരുത് എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി ബില്ല് പണമാക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് പണമായിട്ട് കൊണ്ടുപോകുന്ന അല്ലെ പിന്നെ അതുപോലുള്ള വാല്യുബിൾസ് കൊണ്ടുപോകുമ്പോഴുള്ള പ്രശ്നമാണ് അത്. കഴിവതും പ്യൂണ് ക്ലർക്ക് പിന്നെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ അയാൾ തെളിയിക്കപ്പെട്ട വിശ്വസ്തതയുള്ളവരായിരിക്കണം. പിന്നെ അത് ഈ പ്യൂണുമാർക്കും ക്ലർക്കുമാർക്കും ഒക്കെ അതിന്റെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. പഴയ ലെവലാണെങ്കിൽ പ്യൂണുമാരെ 50,000 രൂപ വരെ മാത്രമേ കൊണ്ടുപോകാൻ അനുവദിക്കാവൂ. ഈ 50,000 രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ അത് ക്ലർക്കിനാണ് കൊണ്ടുപോവുക. 1 ലക്ഷയ്ക്ക് മുകളിലേക്കുള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ ഒരു സൂപ്പർവൈസർ ഓഫീസറിനെയും ഒരു പ്യൂണിനെയും കൂടി ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ബില്ല് പണമാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉയർന്ന ഒരു ടീമിനെയാണ് രണ്ടുപേരെ ഏൽപ്പിക്കുന്നതെങ്കിൽ അതിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡിലുള്ള ആളുടെ പേർക്കായിരിക്കണം ഈ ബില്ല് എൻഡോസ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി പൊതുവെ സർക്കാരിനുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം തിരികെ പിടിക്കാൻ സാധിക്കുന്നത്, നഷ്ടം കുറയ്ക്കാനുമുള്ള ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് സർക്കാർ പണമോ സ്റ്റോറോ സൂക്ഷിക്കുകയോ കൈകാര്യം ചെയ്യുന്നോ ആയ കൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തസ്തികകൾക്ക് ആവശ്യമായ ഫിഡലിറ്റി ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ഫിഡലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പരീക്ഷ ചെയ്ത് കൈക്കൂലി, തട്ടിപ്പ്, വഞ്ചന അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ കൃത്യവിലോപം എന്നിവയിലൂടെ സർക്കാർ ജീവനക്കാര് സ്ഥാപനത്തിന് വരുത്തിവെക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണ് ഈ ഇൻഷുറൻസ്. ഇത് ശരിക്കും ആർക്കാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ പണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ, സർക്കാർ രേഖകൾ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ ഇവ കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ജീവനക്കാർക്കായിട്ടാണ് ഇത്തരം ഇൻഷുറൻസ് എടുക്കാറുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്യാഷ്യർമാര്,
അക്കൗണ്ടന്റുമാര്, സ്റ്റോക്ക് കീപ്പർമാര്, ഇവർക്കൊക്കെ ഈ ഒരു ഫിഡലിറ്റി ഇൻഷുറൻസ് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഇതിന്റെ പരിരക്ഷ എന്ന് വെച്ചാൽ, ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വഞ്ചനയോ കുറ്റവിലോ മൂലമോ സർക്കാരിന് സംഭവിക്കുന്ന നേരിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഇൻഷുറൻസ് കമ്പനി നികത്തും. ഇനി ഇത് പിന്നെ നിങ്ങൾ സർവീസിൽ ചേർക്കുമ്പോൾ എടുക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് അല്ലെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്നിവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണിത്. അത് ആ SLAയും GASും ഒക്കെ എന്ന് പറയുന്നത് ജീവനക്കാരന്റെ ക്ഷേമത്തിനുള്ളതാണ്. എന്നാൽ ഫിഡലിറ്റി ഗ്യാരണ്ടി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ നഷ്ടം നികത്താനുള്ളതാണ്. ഇനി മിക്കവാറും വകുപ്പുകൾ, നമ്മുടെ സംസ്ഥാനത്തെ മിക്കവാറും വകുപ്പുകൾ പിന്നെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഇൻഷുറൻസ് കമ്പനികളുമായി, ഇപ്പോൾ സാധാരണഗതിയിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് പോലുള്ള പൊതുമേഖല ഇൻഷുറൻസ് കമ്പനികൾ ഇത്തരം പോളിസികൾ എടുക്കാറുണ്ട്. ഇനി നിങ്ങളൊരു സാധാരണഗതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ജോലിയിലെ പിന്നെ ക്യാഷ് ഹാൻഡ്ലിങ് അല്ലെങ്കിൽ സ്റ്റോറിംഗ് ചാർജ് പോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിച്ച്, ഈ ഇൻഷുറൻസിനെ പറ്റി ചോദിച്ച് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടതാണ്. അത്തരം ആൾക്കാരോട് ഈ കാര്യം, അതായത് ഫിഡലിറ്റി ബോണ്ട് ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ കൂടുതൽ പറയുകയാണെങ്കിൽ തസ്തിക വഹിക്കുന്ന ആളിന്റെ കൈവശം സാധാരണഗതിയിൽ ഒരു സമയം പരമാവധി എത്ര തുക ഉണ്ടാകുമെന്നതിന്റെ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഫിഡലിറ്റി ഇൻഷുറൻസിന്റെ തുകയും വരേണ്ടത്. സാധാരണ അത് പിന്നെ ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ സാധാരണഗതി ഫിഡലിറ്റി ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങളും പോളിസി തുകകളും സംബന്ധിച്ച എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യണം? എല്ലാ വകുപ്പ് മേധാവികളും സ്റ്റേറ്റ് ഇൻഷുറൻസ് ഓഫീസർക്ക് സമർപ്പിക്കണം. ആ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഓഫീസറാണ് ഇത്തരം പോളിസി വിതരണം ചെയ്യുന്നത്. ഈ പോളിസിക്ക് വേണ്ടിയിട്ട് പ്രീമിയം അടയ്ക്കേണ്ടി വരുമല്ലോ. ഏത് ഇൻഷുറൻസിനും പ്രീമിയം അടയ്ക്കണം. അപ്പൊ ഇതുമായി ഈ ഫിഡലിറ്റി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രീമിയം അതാത് വകുപ്പുകളുടെ ഇൻസിഡന്റൽ എക്സ്പെൻസ്, ആകസ്മിക ചെലവുകളിൽ നിന്ന് വഹിക്കും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു വകുപ്പിൽ ഒന്നിലധികം അത്തരം തസ്തികൾ, ഈ ഫിഡലിറ്റി ഇൻഷുറൻസ് ആവശ്യമുള്ള തസ്തികൾ ഉണ്ടെങ്കിൽ എല്ലാ ജീവനക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കളക്റ്റീവ് ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസി നൽകാനും വ്യവസ്ഥയുണ്ട്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകളെ പറ്റി കുറച്ചുകൂടി ഒരു കോൺട്രാക്ട് ജോലികൾ ഏറ്റെടുക്കുമ്പോൾ ഒരു കോൺട്രാക്റ്റുകൾ കരാറുകാരന് നൽകേണ്ട സുരക്ഷാ തുകയാണ് ശരിക്കും ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റില് കരാർ പ്രകാരം പണി കൃത്യമായി ഗുണനിലവാരത്തോടെ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഉറപ്പുവരുത്താനാണ് ഈ തുക, ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വാങ്ങുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് കോൺട്രാക്ടർ തൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ക്ലയന്റിന് ഉടമ ഈടാക്കുന്ന ഒരു തുകയാണിത്. ഭാവിയിൽ കരാറിൽ വീഴ്ച വരുത്തിയാലോ പണിയിൽ അപാകതകൾ കണ്ടെത്തിയാലോ ഈ തുകയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്തിനൊക്കെയാണ് ഈടാക്കുന്നത് വെച്ചാൽ, ഒരു കരാർ ലംഘനം നടന്നാൽ, അതായത് പണി പൂർത്തിയാക്കാതെ കോൺട്രാക്ടർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന നിലവാരത്തിൽ പണി നടത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ, പിന്നെ പണിക്കിടയിലെ ക്ലയന്റിന് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമോ നാശനഷ്ടമോ സംഭവിച്ചാൽ അതും നികത്തേണ്ടതാണ്. അപ്പൊ സാധാരണഗതിയിലെ ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകൾ പല രീതിയിൽ കൊടുക്കാറുണ്ട്. ക്യാഷ് ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ബിൽ തുകയിൽ ഓരോ തവണയും ബില്ലിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം കുറച്ച് കോൺട്രാക്ടർക്ക് നൽകാൻ ഓരോ പാർട്ടായിട്ടുള്ള പേയ്മെന്റ് ആകുമ്പോൾ ഓരോ ബില്ലുകളിൽ നിന്ന് കുറച്ച് പിടിച്ചിട്ട് കൊടുക്കുന്ന രീതിയുണ്ട്.
അപ്പോൾ അതിനുശേഷം റെസീറ്റ് കൊടുക്കും. ഇത് ഈ ഡിപ്പോസിറ്റിന്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റിന് റെസീറ്റ് കൊടുക്കും. ഇതെപ്പോൾ തിരികെ കിട്ടുമെന്ന് ചോദിച്ചാൽ കരാറിൽ കൃത്യമായി ചുരുക്കത്തിൽ ഒരു അതായത് പണി പൂർത്തീകരിച്ച് എല്ലാം തൃപ്തിയായി കഴിഞ്ഞാൽ, എല്ലാ കരാറിൽ പറഞ്ഞ മാതിരി പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ തുക, ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് നൽകിയ തുക തിരികെ കൊടുക്കുകയും ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം പണി കൃത്യമായി ചെയ്യാനുള്ള ബാധ്യതയുമാണ്. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ ഇതൊരു സുരക്ഷാ കവചമാണ്. ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഉടമയെ സംബന്ധിച്ചിടത്തോളം, അല്ലെ പണിയെടുപ്പിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷാ കവചമാണ്. കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം പണി കൃത്യമായി ചെയ്യാനുള്ള ഒരു ബാധ്യതയുമാണ് ഇവിടെ നമ്മൾ ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിൽ പറയുന്നത്. ഇനി സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പല രൂപത്തിൽ പ്രോമിസറി നോട്ടായിട്ട്, മുനിസിപ്പൽ ഡിബഞ്ചറായിട്ട്, പോർട്രസ്റ്റ് ബോണ്ടുകളായിട്ടൊക്കെ കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കാം, സേവിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ഇതൊക്കെ കൊടുക്കാം. ക്യാഷ് ആയിട്ട് കൊടുക്കാം, പിന്നെ ട്രഷറി സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാം, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാം, പോസ്റ്റ് ഓഫീസ് ക്യാഷ് സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കാം, സംഘങ്ങളുടെയും ഡെപ്പോസിറ്റ് റെസീറ്റുകൾ കൊടുക്കാം, ഭദ്രത സാമൂഹ്യ സുരക്ഷിതത്വ പദ്ധതിയിലെ നിക്ഷേപമായിട്ട് അതിൻ്റെ ഒക്കെ ഈ രൂപത്തിലൊക്കെ നമുക്ക് ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കൊടുക്കാവുന്നതാണ്. എന്നാൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ക്യാഷ് ആയിട്ട് കൊടുത്താൽ ഈ ക്യാഷ് രൂപത്തിൽ വയ്ക്കുന്ന ഒരു ഡിപ്പോസിറ്റിന്മേലും സർക്കാർ പലിശ നൽകുന്നതാണ്. ഇപ്പൊ 5 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു, പണി തീർന്നതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചു കൊടുക്കുകയുള്ളൂ, ഈ 5 ലക്ഷം രൂപ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ 5 ലക്ഷം രൂപയ്ക്ക് സർക്കാർ യാതൊരുവിധ പലിശയും നൽകുന്നതല്ല. അതായത് ക്യാഷ് ഡിപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് ക്യാഷാണ് നൽകുന്നതെങ്കിൽ അതിന് പലിശ നൽകുന്നതല്ല. ഇനി സെക്യൂരിറ്റി ബോണ്ടുകളുടെ രജിസ്ട്രേഷൻ. ഒരു സ്ഥാവര വസ്തുവിന്റെ രൂപത്തിൽ ഈട് നൽകുകയാണെങ്കിൽ സെക്യൂരിറ്റി ബോണ്ട് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഏതെങ്കിലും പ്രത്യേക കേസിൽ ഇത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സർക്കാർ താല്പര്യത്തിന് ദോഷം സംഭവിക്കുമെന്ന് വകുപ്പ് മേധാവി കണക്കാക്കുന്നുവെങ്കിൽ സർക്കാർ ചെലവിൽ രജിസ്റ്റർ ചെയ്യണം. ഒരു വസ്തുവിന്റെ ഈടാണ് കൊടുക്കുന്നത് വെച്ചോ, ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് വസ്തുവിന്റെ ഈടാ കൊടുക്കുന്നതെങ്കിൽ അത് സെക്യൂരിറ്റി ബോണ്ട് രജിസ്റ്റർ ചെയ്യണം. വെറുതെ ഒന്ന് എഴുതി വെച്ചാൽ പോരാ, ആ ബോണ്ട് രജിസ്റ്റർ ചെയ്യണം. വേണ്ടി വന്നാൽ അതിന്റെ ചെലവ് പിന്നെ വകുപ്പ് മേധാവി വഹിക്കാവുന്നതാണ് വേണമെങ്കിൽ. ഇനി സെക്യൂരിറ്റികളുടെയും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ബോണ്ടുകളുടെയും ഒക്കെ സൂക്ഷിപ്പാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ ട്രഷറി, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് പാസ്ബുക്കുകൾ, ഫിഡിലിറ്റി ബോണ്ടുകൾ, സെക്യൂരിറ്റി ബോണ്ടുകൾ അല്ലെങ്കിൽ കരാറുകൾ എന്നിവയെ അവ ഈടായി സ്വീകരിക്കുന്ന വകുപ്പധികാരിയുടെ സുരക്ഷയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇനി സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള സർക്കാർ പ്രോമിസറി നോട്ടുകൾ, സ്റ്റോക്ക് സർട്ടിഫിക്കറ്റുകൾ, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റുകൾ, നാഷണൽ പ്ലാൻസ് സേവിങ് സർട്ടിഫിക്കറ്റുകൾ, ട്രഷറി സേവിങ് സർട്ടിഫിക്കറ്റുകൾ, മുനിസിപ്പൽ ഡിബഞ്ചറുകൾ, പോർട്രസ്റ്റ് ബോണ്ടുകൾ എന്നിവ സുരക്ഷയ്ക്കായി ജില്ലാ ട്രഷറിയിൽ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഈട് നൽകുന്ന സംഗതികളൊക്കെ തന്നെ കാലാകാലങ്ങളിലെ പരിശോധനയ്ക്ക് കുറഞ്ഞ വർഷത്തിൽ ഒരിക്കൽ മെയ് മാസം പരിശോധിക്കേണ്ടതാണ്. എന്നതിന് ശേഷം തൊട്ടുമുകളിലെ മേലധികാരിക്ക് റിപ്പോർട്ട് നൽകേണ്ടതാണ്. ഏതാണ് ഈ ഈടുകൾ എടുത്തിട്ടുള്ള ഈ തസ്തികകളിൽ കരാറുകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള ഈടുകളാണ്. വകുപ്പ് അധികാരികൾ കുറഞ്ഞ പക്ഷം എല്ലാ വർഷവും മെയ് മാസത്തിൽ പരിശോധിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിലേക്കായിട്ട് ട്രഷറിയിൽ നിക്ഷേപിച്ചിട്ടുള്ള സാധനങ്ങൾ അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ഓഫീസർ വർഷത്തിൽ ഒരു തവണയെങ്കിലും പരിശോധിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് ഈ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടാണ് പറയുന്നത്. ഇപ്പോൾ പൊതുധനത്തിന്റെ ഏതെങ്കിലും ഇനങ്ങളുടെയോ ഒക്കെ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളുടെയോ
അപഹരണമോ നഷ്ടമോ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഗുരുതരമായ ക്രമക്കേട് കണക്കുകളിൽ സംഭവിക്കുകയോ ചെയ്തതായി ഏതെങ്കിലും സർക്കാർ ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അയാള് വിവരം ഉടനടി ഓഫീസ് മേധാവിയെ അറിയിക്കണം. ഇനി സാധാരണഗതിയില് ഈ ഇതിന്മേലുള്ള ഈ നഷ്ടങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് ഓഫീസ് മേധാവി അയക്കണം. അത് ഉടനടി തന്നെ ഈ ഓഫീസ് മേധാവി ഇതിനെ സംബന്ധിച്ച്, ഈ നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് പൂർണ്ണമായി അന്വേഷിക്കേണ്ടതും ആവശ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളേണ്ടതാണ്. ഇനി നഷ്ടങ്ങൾ എഴുതി തള്ളാറുണ്ട് സാധാരണ ചില സന്ദർഭങ്ങളിൽ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ നഷ്ടങ്ങൾ ലോസ് പിന്നെ റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഈടാക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇല്ലാതാവുമ്പോൾ, സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഇല്ലാതാവുമ്പോൾ ഈ സർക്കാരിന്റെ അവകാശങ്ങളും ഒരിക്കലും ഈടാക്കാനാവാത്തതും കാലഹരണപ്പെട്ടതുമായ സ്റ്റോർ ഇനങ്ങളുടെ നഷ്ടവും അന്തിമമായിട്ട് എഴുതി തള്ളുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും ഈ നഷ്ടങ്ങൾ, നമുക്ക് പോയ നഷ്ടങ്ങൾ ഈടാക്കാൻ എല്ലാ സാധ്യമായ മാർഗങ്ങളും ഇല്ലാതായി കഴിയുമ്പോൾ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ ഇത്തരം കാര്യങ്ങൾ എഴുതി തള്ളുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഓരോ വർഷവും ജൂൺ മാസം 1-ാം തീയതിക്ക് മുമ്പ് ഓരോ വകുപ്പ് മേധാവിയും, ഓരോ വർഷവും ജൂൺ മാസം 1-ാം തീയതിക്ക് മുമ്പ് ഓരോ വകുപ്പ് മേധാവിയും തൊട്ടു മുമ്പേ കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ അയാളോ അയാളുടെ താഴെയുള്ളയോ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനോ അനുമതി നൽകിയിട്ടുള്ള എഴുതി തള്ളലിൽ ഉൾപ്പെട്ട എല്ലാ തുകയും സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടന്റ് ജനറലിന് സമർപ്പിക്കണം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ എന്തേ ഉള്ളൂ, ഓരോ വർഷവും ജൂൺ മാസം 1-ാം തീയതിക്ക് മുമ്പ് കഴിഞ്ഞ വർഷം എഴുതി തള്ളിയ എല്ലാത്തിൻ്റെയും തുക സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടന്റ് ജനറൽ AGക്ക് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഇനി സർക്കാരിനുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു നഷ്ടം, ആ നഷ്ടത്തിന് ഒരു സർക്കാർ ജീവനക്കാരനാണ് ഉത്തരവാദി എന്ന് ഭരണപരമായ അധികാരിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ആയത് പൂർണ്ണമായോ ഭാഗികമായോ അയാളിൽ നിന്ന് ഈടാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അച്ചടക്ക നടപടി ആയിരിക്കണമോ, അത് രണ്ടും കൂടി വേണമോ എന്ന് ആലോചിക്കേണ്ടതാണ്. അതായത് ഒരു സർക്കാരിന് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ സാധനങ്ങളുടെ ലോസ് അല്ലെങ്കിൽ സ്റ്റോറിന്റെ ലോസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ജീവനക്കാരനാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് അധികാരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളിൽ നിന്ന് ഈടാക്കാം, അല്ലെങ്കിൽ അയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും, ഈടാക്കലും അച്ചടക്ക നടപടിയും കൂടി അയാൾക്കെതിരെ സ്വീകരിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സാധാരണഗതിയിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ബാധ്യത എന്ന് പറയണമെങ്കിൽ നമുക്ക് സർക്കാരിന് ധനനഷ്ടം ഉണ്ടാകുമ്പോൾ മാത്രമേ വ്യക്തിപരമായിട്ടുള്ള ബാധ്യത ഉണ്ടാവുകയുള്ളൂ. ബാധ്യത നിർണ്ണയിക്കുന്നതിന് പിന്നെ പല രീതിയിൽ പറയാറുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ ഈ നഷ്ടം എന്ന് പറയും വ്യക്തിപരമായിട്ട് അടയ്ക്കാൻ ബാധ്യതപ്പെട്ട സംഖ്യ ഉണ്ടാവും, പേഴ്സണലായിട്ട്. അത് ഇതിലാ വരിക, അത് അധികം വാങ്ങിയ ശമ്പളം, അലവൻസ്, വീട്ടുവാടക കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്, വാഹനം വാങ്ങല്, ഭവന നിർമ്മാണം, കൊതുവല വാങ്ങൽ, അങ്ങനെയുള്ളവയ്ക്കൊക്കെ നൽകിയ അഡ്വാൻസിന്റെ ശേഷിച്ച തുക, തിരിച്ചടയ്ക്കാനുള്ള തുക എന്ന് പറയുന്നത് അയാൾ അഡ്വാൻസ് എടുത്തതാണ്. അത് വ്യക്തിപരമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഒരു തുകയായിട്ട് മാത്രമേ നമുക്കതിനെ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇനി സാധാരണഗതിയിൽ ഈ വഞ്ചന, പണാപഹരണം അല്ലെങ്കിൽ അതൊന്നു സാദൃശ്യമായ കുറ്റങ്ങൾ മൂലം സർക്കാരിനുണ്ടാകുന്ന നഷ്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾ കഴിവതും ഏറ്റവും ആദ്യം എടുക്കുകയും ഈ ചട്ടങ്ങൾക്കൊക്കെ കർശനമായിട്ട് പാലിക്കുകയും അവരിൽ ഏതെങ്കിലും ഒരാളിനെതിരെ നടപടി തുടങ്ങി വെക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ഓഫീസ് മേധാവിക്ക്
ഇനി പ്രോസിക്യൂഷൻ നടപടിയിലേക്കാണ് പോകുന്നത്. ലോസ് സംഭവിച്ചാൽ വേണമെങ്കിൽ ഒരു ഓഫീസ് മേധാവിക്ക് പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കാം. ഇപ്പോൾ ഒരു ഓഫീസ് മേധാവിക്ക് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള, അത് സഹകരണ സംഘം ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്, പണത്തെയോ വസ്തുവിനെയോ സംബന്ധിച്ച് ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുള്ളതായി തോന്നിയാൽ, നല്ല നല്ല ഉറപ്പുണ്ടെങ്കിൽ, ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാള് ഉടൻ തന്നെ ആ വിവരം പോലീസിനെ അറിയിക്കുകയും അതോടൊപ്പം ജില്ലാ കളക്ടറെയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെയും, അതായത് ADM-നെയും വകുപ്പ് മേധാവിയെയും, താൻ ഈ വിവരം, ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആ വിവരം ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം അവരെ അറിയിക്കണം. കളക്ടറെയും ADM-നെയും വകുപ്പ് മേധാവിയെയും. അപ്പോൾ ഒരു ഓഫീസ് മേധാവിക്ക് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പണം അല്ലെ വസ്തു കൃത്യമായി ലോസ് സംഭവിച്ചിട്ടുണ്ട്, അത് അവിടെ ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടുള്ളതായിട്ട് ബോധ്യമുണ്ടെങ്കിൽ നേരിട്ട് അത് വിവരം പോലീസിനെ അറിയിച്ച് അതിന് നടപടി എടുക്കാവുന്നതാണ്. എന്നതിന് ശേഷം നമ്മൾ കളക്ടർക്കും ADM-നും വകുപ്പ് മേധാവിക്കും ഇന്ന പോലെ പോലീസിനെ ഇക്കാര്യം ഇന്ന പോലെ സംഭവം അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം അറിയിച്ചാൽ മതി. ഇതിൽ നമ്മൾ പിന്നെ ഇത് പുസ്തകത്തിൽ നമ്മൾ പറയുന്നത്, ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വസ്തുവിന്റെ മൂല്യം 5000 രൂപയോ അതിൽ കൂടുതലോ ഒക്കെ ആണെങ്കിൽ ലോക്കൽ പോലീസിന് പകരം വലിയ തുകയാണെങ്കിൽ, അപ്പൊ ഈ തുക എന്ന് പറയുന്ന, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പുസ്തകങ്ങളിൽ കാണുന്ന തുകകൾ പഴയകാല തുകയായിരിക്കും. അത് ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ പ്യൂണുമാർക്ക് കൈകാര്യം ചെയ്യാവുന്ന തുക പുസ്തകത്തിൽ ചിലപ്പോൾ 50,000 രൂപ ഉണ്ടാവുള്ളൂ, അതൊക്കെ പ്യൂണുമാർ കൊണ്ടുപോകാവുന്ന തുക എന്നൊക്കെ പറഞ്ഞ്. അത് കാലാകാലങ്ങളിൽ ആ പണത്തിന്റെ മൂല്യം കുറയുന്നതിനനുസരിച്ച് ആ തുക വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ പുസ്തകത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടില്ല, ഇപ്പൊ ഒരു ഓഫീസിൽ സംബന്ധിച്ച ഒരു വസ്തുവിന്റെ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ കട്ടെടുത്തു പോവുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, അത് 5000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അത് ശരിക്കും ലോക്കൽ പോലീസിലല്ല പരാതിപ്പെടേണ്ടത്, ലോക്കൽ വിജിലൻസ് വിഭാഗത്തിലാണ്, ലോക്കൽ എക്സ് ബ്രാഞ്ച് വിജിലൻസ് വിഭാഗത്തെയാണ് അറിയിക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പണം കുറവുണ്ടെങ്കിൽ മാത്രം ലോക്കൽ പോലീസിലും, കൂടുതൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വസ്തുവിന്റെ മൂല്യം വലിയൊരു സംഖ്യയാണെങ്കിൽ അത് ലോക്കൽ എക്സ് ബ്രാഞ്ച് വിജിലൻസിനെയുമാണ് അറിയിക്കേണ്ടത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു. അത്ര ഒരു വലിയ പ്രാധാന്യമില്ലാത്ത ഒരു ചാപ്റ്ററാണ് കഴിഞ്ഞു പോയത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ പലതും നമ്മൾ ഈ ടെക്നോളജി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, ഫണ്ട് ട്രാൻസാക്ഷനൊക്കെ ഓൺലൈനിലേക്കൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇതിലുള്ള ചില കാര്യങ്ങൾ അപ്രസക്തമാണ്. എന്നാലും നമ്മൾ അതിലൂടെ ഒന്ന് കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ചില പോയിന്റ്സ് മാത്രം നമ്മൾ ഇവിടെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പൊ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 12ാമത്തെ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ പറയാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.